അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. കർത്താവായ യേശു ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒരു വൃക്ഷവുമായി താരതമ്യം ചെയ്യുന്നു. ഒരു വൃക്ഷത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അതിൻ്റെ ഇലകളെ കൊണ്ടല്ല, അതിൻ്റെ ഫലത്താലാണ് തിരിച്ചറിയുന്നത്. പുറമേ മനോഹരമായ ഒരു വൃക്ഷമായിരിക്കാം, ധാരാളം ഇലകളുണ്ടാകാം. പക്ഷേ ഫലമില്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. നാം എത്ര നല്ല വാക്കുകൾ സംസാരിക്കുന്നു എന്നത് മാത്രമല്ല പ്രധാനം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ഫലമാണ് പുറപ്പെടുന്നത് എന്ന് കർത്താവായ യേശു നമ്മോട് ഇന്നും ചോദിക്കുന്നു. യേശു പറയുന്നു, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ഒരു വൃക്ഷത്തിൻ്റെ ഉള്ളിലെ സ്വഭാവം അതിൻ്റെ ഫലത്തിൽ പ്രകടമാകുന്നു. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ബന്ധങ്ങളിലും പ്രകടമാകുന്നു. സ്നേഹം, ക്ഷമ, കരുണ, സമാധാനം, സത്യസന്ധത എന്നീ നല്ല ഫലമാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നത്? അതോ കോപവും അസൂയയും ക്ഷമിക്കാത്ത മനസ്സും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളുമാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് നമുക്ക് സ്വയം ചോദ്യം ചെയ്യാം. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലം നമ്മുടെ ജീവിതത്തിൽ വളരുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കണം. നല്ല ഫലം ലഭിക്കണമെങ്കിൽ വൃക്ഷം നല്ലതാകണം. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും പുറമേയുള്ള മാറ്റം മാത്രം മതിയാകില്ല, ഹൃദയത്തിൻ്റെ മാറ്റമാണ് ആവശ്യം. യേശുക്രിസ്തുവിനോട് അടുത്തു നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രമേണ മാറ്റമുണ്ടാകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അങ്ങനെ നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്ന ആത്മീയ ഫലം ഉണ്ടാകുന്നു. കർത്താവായ യേശു ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ഫലം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. ഒരു വൃക്ഷത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നത് പോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതായി തീരണം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവായ യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ നല്ല ഫലം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. ഇന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം. അനുദിനം യേശുവിനോടൊപ്പം നാം വസിക്കുമ്പോൾ നല്ല ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം. സ്നേഹത്തിന് പകരം കോപമാണോ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്? ക്ഷമയ്ക്ക് പകരം വിരോധമാണോ? വിശ്വാസത്തിന് പകരം ഭയമാണോ? വിനയത്തിന് പകരം അഹങ്കാരമാണോ? നമ്മിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ മാറ്റണമേ, നല്ല ഫലം ഉളവാക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലവും മാറും. പരിശുദ്ധാത്മാവാം ദൈവം അതിനായി നാം ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഒരു നല്ല വൃക്ഷം പോലെ ആയിരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹവും കരുണയും ക്ഷമയും സമാധാനവും വിശ്വസ്തതയും പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യണമേ. അങ്ങിൽ വസിച്ച് നല്ല ആത്മീയ ഫലം കായ്ക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവെ, അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർ അനുഭവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.